മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിച്ച സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കൊച്ചുമക്കളെ, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 1856 സാർവത്രിക സഭയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയെങ്കിലും 11-ാം നൂറ്റാണ്ട് മുതലേ തിരുഹൃദയത്തോടുള്ള ഒരു ഭക്തി സഭയിൽ പ്രചരിച്ച് തുടങ്ങിയിരുന്നു. ഫ്രാൻസിലെ പാർലെ മോനിക്കായിലെ വിസിറ്റേഴ്സ് സന്യാസിനി സഭാംഗമായിരുന്ന മർഗരീത മറിയം അലക്കോക്കിന് 1673-നും 1675-നും ഇടയ്ക്ക് പല പ്രാവശ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഹൃദയം നെഞ്ചിൽ വച്ച രീതിയിലാണ് ഈശോ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടത്. ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തായി ഒരു കുരിശുണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിൽ നിന്നും സ്നേഹാതിജാല ഉയർന്നുകൊണ്ടിരുന്നു. ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു. മർഗരീത മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട രീതിയിലാണ് നമ്മൾ ഇന്ന് തിരുഹൃദയത്തിന്റെ രൂപങ്ങൾ കാണുക. 1899 13-ാം ലിയോ മാർപ്പാപ്പ മനുഷ്യ സമൂഹത്തെ മുഴുവനായും തിരുഹൃദയത്തിന് സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്ത് ഈശോയുടെ തിരുഹൃദയം നമ്മോട് ആവശ്യപ്പെടുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ തിരുഹൃദയം നമ്മോട് ആവശ്യപ്പെടുക, നമ്മുടെ പാവങ്ങളെ കുറിച്ചോർത്ത് മനസ്തപിച്ച് അതിന് പരിഹാരം ചെയ്യണം. നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടാണ് യേശു പാടുപിഴകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തത്. തിരുഹൃദയ രൂപത്തിൽ കാണുന്ന മുൾമുടിയും കുരിശും ആ സത്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അവിടുന്ന് നമ്മുടെ പാപഭാരം ഏറ്റെടുത്തു. അതിന് പകരമായി പീഡ സഹിച്ച് സ്വന്തം ജീവൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഹോമിച്ചു. അവിടുന്ന് നമ്മുടെ പാവങ്ങളെ പ്രതി ക്രൂശിക്കപ്പെട്ടത് നാമും നമ്മുടെ പാവങ്ങളെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ടാണ്. പാപത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സഹനം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് കുരിശും മുൾമുടിയും നമ്മെ ഓർമ്മിപ്പിക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നല്ലവനായ തമ്പുരാനെ വീണ്ടും വീണ്ടും നമ്മൾ കുരിശിൽ തറയ്ക്കുകയാണ് എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതിനാൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും പാപികളാണ്, ബലഹീനരാണ്, പാപം ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ പാപബോധമില്ലായ്മ. അതാണ് ബെനഡിക്ട് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞത്, സഭ നശിക്കുവാൻ കാരണം ഇന്ന് സഭയിലെ വിശ്വാസികൾക്ക് പാപബോധമില്ല. അവരെന്ത് ചെയ്താലും അതൊരു മിടുക്കായിട്ട് കാണുകയാണ്. അല്ലാതെ അതിനെക്കുറിച്ചുള്ള പശ്ചാത്താപം, അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയം നമ്മോട് ആവശ്യപ്പെടുക, ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ നാമും ഈശോയെ സ്നേഹിക്കണം. നമ്മോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുന്ന ഹൃദയമാണ് ഈശോയുടേത്. അവിടുത്തെ ജനനവും ജീവിതവും സഹനവും മരണവും ഉദ്ധാനവും എല്ലാം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതകാലം മുഴുവനും ഈശോ നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ചു. പാപികൾക്ക് മോചനവും ബന്ധിതർക്ക് വിടുതലും അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും മരിച്ചവർക്ക് ഉയർപ്പും ദരിദ്രർക്ക് വിമോചനത്തിന്റെ സൻവാർത്തയും നൽകി അവസാനം നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി
നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ കുരിശിൽ മരിച്ചു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്നു. ഉദ്ധാനത്തിലൂടെ ജീവന്റെ സമൃദ്ധി നൽകി. യേശുവിന് നമ്മോടുള്ള സ്നേഹം കുരിശുമരണത്തോളം കഴിഞ്ഞ സ്നേഹമുള്ളവരെ അവിടുന്ന് പറഞ്ഞു, ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, പരിശുദ്ധാത്മാവിനെ അയച്ചത്. നമ്മളെ വീണ്ടും രക്ഷിക്കുവാനും നമ്മുടെ കൂടെ ഉണ്ടാകുവാനുമാണ്. അതുകൊണ്ടാണ് മാർഗരറ്റ് മറിയത്തോട് ഈശോ പറഞ്ഞത്, മനുഷ്യ മക്കളുടെ കൂടെ എപ്പോഴും ആയിരിക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ആ തമ്പുരാനെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. മൂന്നാമതായി ഈശോയുടെ ദരിദ്രതയെ നമ്മോട് ആവശ്യപ്പെടുക, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നാം യേശുവിനെ സ്നേഹിക്കുന്നവർ ആയി മാറും. യേശുവിന്റെ പ്രധാനപ്പെട്ട വചനം എന്തായിരുന്നു? മറ്റുള്ളവരെ സ്നേഹിക്കുവാനാണ്. യേശുവിനെ പോലെ മറ്റുള്ളവരെ നിഷ്കളങ്കമായി കപടതയില്ലാതെയും സ്വാർത്ഥതയില്ലാതെയും സ്നേഹിക്കുവാൻ സാധിക്കണം. അവരോടുള്ള സ്നേഹത്തെ പ്രതി കത്തി ജ്വലിക്കുന്നവരായി മാറണം. കുരിശെടുക്കുവാനും ത്യാഗം സഹിക്കുവാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പള്ളിയിൽ വെച്ച് നമ്മൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഒന്ന് എത്തിനോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ കണ്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. എനിക്കത് മദർ തെരേസയെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ വിശുദ്ധ കൽക്കട്ടയിലെ തെരുവീതിയിൽ തന്റെ ഋഷി പ്രവർത്തനം ആരംഭിച്ച അവസരത്ത് പല ഹൈന്ദവ സഹോദരരും അമ്മയെ വെറുത്തിരുന്നു. ഒരു രാത്രി ഏകദേശം 11-12 മണി സമയത്ത് അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക്, തന്റെ മോണിലേക്ക് തിരിച്ചു വരുന്ന അവസരത്ത് വഴിയുടെ അരികിൽ ഒരു പിഞ്ചു കുഞ്ഞിരുന്ന് കരയുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ തന്റെ കയ്യിൽ വാരിയെടുത്ത് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് വേദനിക്കുന്നത്? ഉടൻ തന്നെ കുട്ടി പറഞ്ഞ, അമ്മയെ വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, 1-2 ദിവസമായി പട്ടിണിയാണ് അമ്മ, എന്തെങ്കിലും എനിക്ക് തരണം. അമ്മ ആലോചിച്ച് മറ്റൊരു പോവഴിയും കാണാതെ അമ്മയും മകനെയുമായിട്ട് തന്റെ കോൺവെന്റിലേക്ക് ചെല്ലുകയാണ്. രാത്രിയാണ്. ഈ അവസരത്ത് കോൺവെന്റിൽ ചെന്ന് അമ്മ അടുക്കളയെ നോക്കിയപ്പോൾ അടുക്കളയിൽ ഒന്നും കണ്ടില്ല. കുഞ്ഞു കരയിൽ അമ്മ ആലോചിച്ചത് മറ്റൊരു പോംവഴിയും കാണാതെ വന്നത് കൊണ്ട് അമ്മയുടെ ഭവനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ധനികനായിരുന്ന ഹൈന്ദവ സഹോദരൻ താമസിച്ചിരുന്നു. രാത്രിയുടെ അമ്മകളില് അമ്മ ഈ വീടിന്റെ മുന്നിൽ കയറി ചെന്നിട്ട് വാതിക്കൽ തൊട്ടുവാൻ തുടങ്ങി. അല്പസമയത്തേക്ക് യാതൊരു അനുഭവം ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ധനികനായിരുന്ന ഹൈന്ദവ സഹോദരൻ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു വന്ന് മറ്റൊന്നും ചോദിക്കാതെ അമ്മയുടെ കവളിൽ ആഞ്ഞൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോവോ, എനിക്ക് നിന്നെ കാണേണ്ട എന്ന്. കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, സഹോദര, എനിക്ക് തരേണ്ടത് തന്നു, എന്നാൽ എന്റെ കയ്യിൽ ഇരുന്ന് കരയുന്ന ഈ കുഞ്ഞിന് ഒന്നും തന്നുകൂടെ എന്ന്. സ്നേഹമുള്ളവരെ, അമ്മ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. എന്നാൽ സംഭവം ഇവിടെ അവസാനിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ധനികനായിരുന്ന ഹൈന്ദവ സഹോദരൻ തനിക്കുണ്ടായിരുന്ന സർവ്വതും വിറ്റ് ആ പണവുമായി അമ്മയുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, അമ്മയെ തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അമ്മ സ്നേഹിക്കുന്ന, അമ്മ ബഹുമാനിക്കുന്ന ഈശോയെ എനിക്ക് അമ്മയിലൂടെ ദർശിക്കുവാൻ സാധിച്ചു. അതിനാൽ ഇവിടുത്തെ ഒരു അന്തേവാസിയായിട്ട് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഈ ധനികനായിരുന്ന ഹൈന്ദവ സഹോദരൻ അമ്മയുടെ കൂടെ ചേരുകയാണ്. സഹോദരരെ, സ്നേഹമുള്ളവരെ, ഈ ധനികനായിരുന്ന ഹൈന്ദവ സഹോദരന് വിശുദ്ധ മദർ തെരേസയിലൂടെ ഈശോയെ ദർശിക്കുവാൻ സാധിച്ചുവെങ്കിൽ യേശുവിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നിങ്ങളിലൂടെയും എന്നിലൂടെയും എത്ര പേർ ഈശോയെ ദർശിക്കുവാനും ഈശോയെ അനുഭവിക്കുവാനും സാധിച്ചിട്ടുണ്ട്? ഇതിന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. പക്ഷേ
ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന, ഈശോയുടെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി, ഒരു 10 രൂപ കാശിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ പോലും വെട്ടിക്കൊല്ലുവാൻ മടിക്കാത്തവരല്ലേ നമ്മൾ ഓരോരുത്തരും? എത്രയോ കുടുംബങ്ങളില് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിച്ച അവസരത്തിൽ എത്ര സന്തോഷമായിരുന്നു, എത്ര സമാധാനമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടായി എന്നൊക്കെ വിളിച്ച് വലിയ സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാരുടെ മരണശേഷം സ്വത്തിന്റെ വീരമപ്പ് വന്നു കഴിയുമ്പോൾ കടിച്ചു കീറുന്ന ചേട്ടനും അനുജനും പരസ്പരം ഒന്ന് കയറി പോകാനോ ഒന്ന് കണ്ട് ചിരിക്കാനോ അവരെ മുന്നോട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് എന്തെങ്കിലും സംസാരിക്കാനോ പറ്റില്ല. സ്വത്തിന്റെ പേരിൽ, ഒരു 10 രൂപ കാശിന്റെ പേരിൽ സ്നേഹമുള്ളവരെ ക്രൈസ്തവരായ നമ്മൾ ഇപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശസ്തിയാണുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ ഞാൻ 3ാമത്തെ പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ, സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആരും ഈ സ്വത്തും ഈ പണവും വെട്ടിപ്പിടിച്ചുകൊണ്ട് കിടപ്പില്ല. മൂഢനായ മനുഷ്യനോട് ദൈവം പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ഞാൻ ആവശ്യപ്പെട്ടാൽ ഇതെല്ലാം ആരുടേതായി മാറും. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് കപ്പൻ ജോയി, ഇന്നലെ വേറെ, അന്ന് ജോയി ആയിരുന്നു റോയി. ഈ അടുത്ത നാളുകളില് വളരെ ദാരുണ്യമായ രീതിയിൽ മരിച്ചു. സ്നേഹമുള്ളവരെ, സ്വത്ത് ഇഷ്ടംപോലെ സ്വത്തുണ്ടാകാം, മനസ്സിന് സമാധാനവും ശാന്തിയും ഇല്ലായെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ജീവിതമല്ലേ ഏറ്റവും വലുത്? നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലായെങ്കിൽ, സന്തോഷമില്ലായെങ്കിൽ എങ്ങനെ ജീവിച്ചു പോകും? കുറെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ചാലക്കുടിയുള്ള സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ഞാൻ ട്രീറ്റ്മെന്റിന് പോകുന്ന ഒരു ദിവസം എൻ്റെ കൈ ഒടിഞ്ഞ് കൈയുടെ ഫിസിക്കൽ തെറാപ്പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസം പഠിപ്പിച്ച് സെന്റ് ജെയിംസിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്ന അവസരത്ത് ഞാൻ ട്രീറ്റ്മെന്റിന്റെ തെറാപ്പി തുടങ്ങിയ ഉടൻ തന്നെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ഒരു സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞ, അച്ഛൻ ദയവായിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് എന്ന് പറയണം. ഞാൻ എന്ത് പറ്റി? അച്ഛൻ അവിടെ ഒരു സ്ത്രീ മരിക്കാറായി കിടപ്പുണ്ട്, അച്ഛൻ ഒന്ന് വരണം. ഞാൻ ഉടനെ ഓടി ചെന്നു. ഉടൻ തന്നെ ഈ ചേച്ചി എന്റെ കയ്യിൽ ബലമായിട്ട് പിടിച്ചെടുത്ത് ചേച്ചി പറയുകയാണ്, അച്ഛ മരിക്കാൻ വേണ്ടി ഞാൻ വിഷം കഴിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി? എന്തിനാണ് മരിക്കാൻ വേണ്ടി വിഷം കഴിച്ചത്? ഉടൻ തന്നെ ചേച്ചി പറയുകയാണ്, അച്ഛനറിയാമോ, 6 മാസം മുൻപായിരുന്നു എന്റെയും എന്റെ ചേട്ടന്റെയും വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് ഗൾഫിന് പോയി. ഞാൻ എന്റെ വീട്ടിലേക്ക് വലതുകാല് ചവിട്ടി കയറിയത് എന്റെ അമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മയും അമ്മായിപ്പനെയും സ്വന്തം അമ്മയെ പോലെ കരുതി സ്നേഹിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷെ അച്ഛനറിയാമോ, ഈ അമ്മായിയമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളുടെയൊക്കെ അടുത്ത് പോയി തൊട്ടുമുട്ടും പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവിരിച്ചെന്ന് പ്രാർത്ഥിക്കും. വലിയ പ്രാർത്ഥനയാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വന്നാൽ ഒരു പത്രകാലി തള്ളയായി മാറുകയച്ച മടുത്ത ചോദിച്ചിരുന്നു. ഇത് ഞാനിത് പറയുക ഒരു കുടുംബത്തിൽ ഇറങ്ങിയ അവസ്ഥയായിട്ടല്ല. ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആരും ബെറ്ററല്ല. അമ്മായിമ്മമാരും അമ്മായിപ്പന്മാരും അല്ലെങ്കിൽ മക്കളും മരുമക്കളും ഒക്കെ കണക്കായി മാറിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇതാണോ ഈശോ നമ്മോട് ആവശ്യപ്പെടുക? ഈ ലോക ജീവിതം ഹ്രസ്വമാണ്, നമുക്കറിയാം. എത്ര നാൾ നീളുമെന്ന് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു, അടുത്ത നിമിഷം നമ്മളുണ്ടോ നമുക്കറിയില്ല. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടും ഇന്ന് ജീവിക്കേണ്ടത് നമ്മളൊക്കെ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക സഹോദരനെ. ഈശോ നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ആ രക്ഷകനായ ഈശോയെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ പറ്റുന്ന അവസരത്ത് ദൈവം തന്നിട്ടുള്ള അവസരം വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ
ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്കും എനിക്കുമായാൽ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാം സഹോദരരെ. അതിന് നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള തിരുനാളുകൾക്ക് പ്രസക്തി ഉണ്ടാകും. അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കും. തിരുനാളുകൾ കടന്നു പോകും. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിച്ചില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നത്. ഒന്നെങ്കിൽ മക്കൾ വഴി മാതാപിതാക്കന്മാർക്ക് വേദന, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ വഴി മക്കൾക്ക് വേദന. ഇന്നത്തെ യുവജനങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തി പറയുകയാണ്. പക്ഷേ നാശത്തിന്റെ ഒക്കെയാണ് പല യുവജനങ്ങളും നമ്മുടെ മക്കൾ ജീവിക്കുക. പല മാതാപിതാക്കന്മാരും അറിയുന്നത് ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും. വേദനയോടുകൂടി പല അപ്പന്മാരും അമ്മമാരും ഞങ്ങൾ എന്റെ അടുത്ത് വന്നതിന് കരഞ്ഞുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വളരെയധികം ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും വളർത്തിയിട്ട് ഇന്ന് ആ മക്കള് ഞങ്ങൾക്ക് എതിരായി പടവെട്ടുകയാണ്. ഞങ്ങളെ വേണ്ട, ഞങ്ങളെ ഉപേക്ഷിക്കുന്നവര്. ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുൻപ് എന്റെ വീട് പാലാങ്കടുത്ത് വരങ്ങേണ്ടുകയാണ്. കുറവങ്ങാട് ഒരു വീട്ടില്, നിങ്ങൾ അറിയുന്ന ഒരു ഭവനമാണ്. ആ വീട്ടിലെ അപ്പന് മോന് അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ബൈക്ക് വേണം. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അമ്മ പറഞ്ഞു, മോനെ ഇല്ലടാ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ +2 കഴിയട്ടെ, അത് കഴിഞ്ഞ് മേടിച്ചു തരാം. പക്ഷെ ഇവന് ശല്യമായി, ഇവന് ആകെ ബുദ്ധിമുട്ടായി. എങ്കിലും 1 വർഷം 2 വർഷം നീണ്ട് +2 കഴിഞ്ഞ് ഉടൻ തന്നെ അവന് ബൈക്ക് വേണം. എന്നിട്ടും അപ്പന് മേടിച്ചു കൊടുക്കാൻ പേടിയ. കാരണം ഒറ്റയ്ക്ക് ഉടനെ ഉള്ളൂ. അപ്പനും അമ്മയും ഒത്തിരി സ്നേഹിച്ചു വളർത്തിയതാ. പക്ഷെ ഇവന് ഭക്ഷണം കഴിക്കുകയില്ല. വാശിയായി, കിടപ്പായി. ഇത് കണ്ടപ്പോൾ ഏതമ്മമാരുടെ മനസ്സ് ഒന്ന് വേദനിക്കുമല്ലോ. മക്കളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുകയാണ്. പക്ഷെ ഏതായാലും ഈ അമ്മ നിർബന്ധിച്ച് അപ്പന് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുക. അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡൂക്ക് എന്ന് പറഞ്ഞ ബൈക്കാണ്. സ്നേഹമുള്ളവർ ഇത് മേടിച്ചു കൊടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ കുറവിലുള്ള ആളുകൂടെ വെച്ചടിച്ചു പോവുകയാണ്. ആ പോയ അവസരത്ത് ഇവൻ എന്തോ കാണാൻ പുറകോട്ട് തിരിഞ്ഞു നേരെ ഇടിച്ചത് ഒരു ട്രക്കിലിട്ടാണ്. ആ ട്രക്ക് തൽക്ഷണം അവൻ വീണ് മരിച്ചു. ആ പെണ്ണിയും അമ്മയുടെ വേദന അവസാനിക്കുമോ? ആ പെണ്ണിയുടെ വേദന അവസാനിക്കുമോ? ആ പെണ്ണിന് ഒന്നുണ്ടായിരുന്നു, അതിനെ കൊഞ്ചിച്ചും സ്നേഹിച്ചും അങ്ങേയറ്റം സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്നു. ഈ അടുത്ത നാളുകളിൽ ഒരു പയ്യനോട് പറഞ്ഞ പോലെ അവൻ വെച്ചടിച്ച് ചീരിപ്പങ്ങ് പയ്യെ പോകുമെന്ന് ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നതാടാ? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അത് എന്താ സംഭവിക്കുക? ഉടനെ ഞാൻ പറഞ്ഞ ഭർത്താവ് കണ്ടപ്പോഴാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അച്ഛാ 10-20 വയസ്സൊക്കെ ജീവിച്ചില്ലേ, ഇനിയിപ്പം പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മക്കൾ പറയുന്ന ഭർത്താവാണ് 10, 12, 20 വയസ്സൊക്കെ ജീവിച്ചില്ല അച്ഛാ, ഇനി പോയാലും കുഴപ്പമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് മാതാപിതാക്കന്മാരെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക. എവിടെയോ പാളിച്ചകൾ സംഭവിച്ചു, എവിടെയോ കുറവുകൾ സംഭവിച്ചു. സ്നേഹം കൊടുക്കണം മക്കൾക്ക്. പക്ഷേ സ്നേഹം മാത്രം കൊടുത്താൽ പോരാ, തമ്പുരാനെ കൊടുക്കാനും കൂടെ നമുക്ക് സാധിക്കണം. തമ്പുരാനെ കൊടുക്കാതെ മക്കൾ ചോദിക്കുന്നത് മാത്രം വാങ്ങിക്കൊടുത്ത് സ്നേഹവും നൽകി വളർത്തിക്കഴിഞ്ഞാൽ ഈ മക്കൾ ശരിയാകത്തില്ല. തമ്പുരാനെ കൊടുക്കേണ്ട സമയത്ത് തമ്പുരാനെ കൊടുക്കുവാൻ മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ പ്രതി കരയും, വേദനയും, ചങ്ക് പിടക്ക് നിങ്ങൾക്ക് വേദനയുണ്ടാകും. ക്രിസ്തുനാഥന്റെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്ത് സ്നേഹമുള്ള മക്കളെ, സ്നേഹമുള്ളവരെ, യേശുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. യേശു നമുക്ക് വേണ്ടി പാഠപീഠകളിൽ ഏറ്റ് മരിച്ചുവെങ്കിൽ ആ ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നല്ല മക്കളായി ജീവിക്കുവാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇന്നേ ദിവസം ഈശോയുടെ മാതൃകയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കണമേ. മാറുപിളർന്ന ഈശോയുടെ തിരുഹൃദയമേ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.